അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം ഇന്നത്തെ കഥ കുറച്ച് ബലൂണുകളെ പറ്റിയായാലോ. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വെച്ച് കണ്ടതാണ്. ഒരു പരിപാടിക്ക് വേണ്ടി ചില ബലൂണുകൾ തൂണിൽ ഒട്ടിച്ചതായും വേറെ കുറേ ഹൈഡ്രജനൊക്കെ നിറച്ച് ഒരു വള്ളിയുമായി കുട്ടികളുടെ കൈകളിൽ അങ്ങനെ ഇരിക്കുന്നു. കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ബലൂണുകൾ ഒന്നോ രണ്ടോ ഇടയ്ക്കിടയ്ക്ക് കൈവിട്ട് പോകുന്നുണ്ടായി. അത് മുകളിലുള്ള അലൂമിനിയം ഷീറ്റിൽ തട്ടി അങ്ങനെ നിൽപ്പുമുണ്ടായി. അതിൻ്റെ നൂലിലേക്ക് കൈ എത്തുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. പക്ഷെ കൂട്ടത്തിൽ ഒരു ബലൂണിന്റെ നൂൽ സാമാന്യ നീളമുള്ളതായതുകൊണ്ട് ആ ഒറ്റ ബലൂൺ കൊണ്ട് ബാക്കിയുള്ളവയെ അതിന്റെ നൂല് കൊണ്ട് ചുറ്റി നിലത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. മറ്റൊരിടത്തേക്ക് നോക്കിയപ്പോൾ അതാ രണ്ട് ബലൂണുകളെ നേരത്തെ തന്നെ നൂലുകൊണ്ട് ചേർത്ത് കെട്ടിയിരിക്കുന്നു. അവ ആ കാറ്റിൽ അങ്ങനെ ചേർന്നുയരുന്നു, ഉലയുന്നു, അവസാനം വരെ ഒരു ഉയിരാവുന്നു. അപ്പോഴാകട്ടെ ചില ബലൂണുകൾ തുറന്നിട്ട ജനാല വഴി പുറത്തേക്ക്, തുറന്ന ആകാശത്തേക്ക് രക്ഷപ്പെടുന്നു. ഇതെല്ലാം നോക്കിക്കണ്ട് തൂണുകളിൽ ആ സാധാരണ ബലൂൺ ഇരിപ്പുണ്ടേ. കൈവിട്ടു പോയി എന്ന് തോന്നുന്ന ഒരു നിമിഷം തിരിച്ചു കൊണ്ടുവരാൻ ഒരു സാധ്യതയുമില്ലെങ്കിൽ കൂടി ചിലർ വന്ന് നമ്മളെ അവരുടെ കൈകൾ കൊണ്ട് ചേർക്കും. ആദ്യത്തെ ബലൂണുകളെ പോലെ അവർ നമ്മളെ തിരിച്ചു വരുവാൻ സഹായിക്കും. ഇതേ സാഹചര്യം പക്ഷേ വേറെ രീതിയിൽ ചിന്തിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് ആശിച്ച ഒരു ബലൂണിനെ മറ്റൊരു ബലൂൺ കൊണ്ട് താഴെ ഇറക്കുവാൻ എത്ര എളുപ്പമെന്ന് മനസ്സിലാവും. ചിലരുടെ കുത്തുവാക്കുകൾ നമ്മെ ബാധിച്ചു തുടങ്ങുമ്പോൾ അവ ഒരു ഭാരമായി നമ്മെ തന്നെ താഴ്ത്തി കൊണ്ടുവരാം. ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ഒന്നിച്ചു കൂടെ നിൽക്കുന്ന രണ്ടു പേരായിട്ടാണ് ചേർത്ത് കെട്ടപ്പെട്ട ബലൂണുകളെ കാണാൻ എനിക്കിഷ്ടം. മറ്റൊരിടത്ത് കാറ്റിൽ പറക്കാൻ ആഗ്രഹിച്ച ബലൂണുകളെ തൂണിൽ കെട്ടിവെച്ചിരിക്കുന്നു. അത് തൂണിന് ഭംഗി നൽകുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാകുമോ? നമ്മുടെ ഉള്ളിൽ സാധാ വായുവോ ഹൈഡ്രജനോ ആയിക്കൊള്ളട്ടെ, നമ്മളും നമ്മുടെ ചുറ്റുപാടുകൾക്ക് അടിമകളാണ്. അത് നമ്മെ ബാധിക്കാത്ത വിധം എത്രമാത്രം മാറിപ്പോകാമോ അത്രമാത്രം മാറിപ്പോവുക. ആകാശത്തേക്ക് പറന്നുപോയ ആ ബലൂണിനെ പോലെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പക്ഷെ അഹങ്കാരവും മുകളിലേക്ക് ഉയരാതിരിക്കട്ടെ. അതുമല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങൾക്ക് കൂട്ടുവരട്ടെ. നൂലുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളൂ, റെസ്ട്രിക്ട് ചെയ്യല്ലേ. ജീവിതം രസമാക്കാൻ ഈ പാഠങ്ങൾ തന്നെ പോരെ. ഇനിയും കേൾക്കാം.